ഹായ് ഹലോ നമസ്തേ. ട്രിവങ്കാപ്പസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വിലായത് പുത്ത പൃഥ്വിരാജ് സുകുമാരൻ നായകനായിട്ടുള്ള ഏറ്റവും പുതിയ സിനിമയാണ് വിലായത് പുത്ത. ഞാൻ ആ സിനിമ പോയി കണ്ടു. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ കരുതിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. പേര് പോലെ തന്നെ വളരെ വെറൈറ്റി ആയിട്ടുള്ള സിനിമയാണ് കേട്ടോ വിലായത് പുത്ത. GR ഇന്ദുഗോപൻ്റെ വിലായത് പുത്ത എന്ന് പറയുന്ന നോവലിനെ ആസ്പദമാക്കിയിട്ടാണ് ഈ ഒരു സിനിമ ഇറങ്ങിയിരിക്കുന്നത്. സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ജയൻ നമ്പ്യാരാണ്. അത് മുമ്പേ പറയേണ്ട മറ്റൊരു വ്യക്തിയെക്കുറിച്ചാണ് കേട്ടോ. അന്തരിച്ചുപോയ ഫേമസ് ഡയറക്ടർ സച്ചിദാനന്ദ് സച്ചി സാറിൻ്റെ ഡ്രീം പ്രോജക്റ്റ് ആയിരുന്നു ഈ വിലായത് പുത്ത എന്ന് പറയുന്ന സിനിമ. അനാർക്കലി, അയ്യപ്പനും ഘോഷി ഈ സിനിമകളൊക്കെ നമുക്ക് തന്നിട്ടുള്ള സച്ചി സാറിൻ്റെ ഏറ്റവും വലിയ പ്രോജക്റ്റ്. ആ ഒരു ആഗ്രഹം അദ്ദേഹത്തിന് സാധിക്കാൻ പറ്റിയില്ല. അതിനുശേഷം ഈ ജയൻ നമ്പ്യാർ എന്ന് പറയുന്ന വ്യക്തി, സച്ചി സാറിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായിട്ടുള്ള വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് ജയൻ നമ്പ്യാർ. അദ്ദേഹമാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് സന്ദീപ് സേനനും AV അനൂപും കൂടിയാണ് കേട്ടോ. പ്രൊഡക്ഷൻ ഹൗസ് എന്ന് പറയുന്നത് ഉർവശി തിയേറ്ററും AVA പ്രൊഡക്ഷൻസും. പിന്നെ എടുത്തു പറയേണ്ടത് സിനിമയുടെ സ്ക്രീൻ പ്ലേ. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, GR ഇന്ദുഗോപനും രാജേഷ് പിന്നാടനും ആണ് ഈ സിനിമയുടെ തിരക്കഥ എഴുതിയിരിക്കുന്നത്. ഈ GR ഇന്ദുഗോപൻ്റെ ആ വിലായത് പുത്ത എന്ന് പറയുന്ന ആ ഒരു നോവലിനെ ബേസ് ചെയ്ത് തന്നെയാണ് ഈ ഒരു സിനിമയും ഉള്ളത് കേട്ടോ. പിന്നെ പറയേണ്ടത് എഡിറ്റിംഗ് ആണ്. നല്ലൊരു എഡിറ്റിംഗ് തന്നെയാണ് ഈ സിനിമയിൽ ചെയ്തിട്ടുള്ളത്. അത് ചെയ്തിരിക്കുന്നത് ശ്രീജിത്ത് ശരണാണ്. പിന്നെ മ്യൂസിക്, ഏറ്റവും എടുത്തു പറയേണ്ടത് മ്യൂസിക്കും അതിൻ്റെ സോങ്സ്, BGM എല്ലാം അത് വേറെ ആരുമല്ല ചെയ്തിരിക്കുന്നത് ജെയ്ക്സ് ബിജോയ്. തൊട്ടതെല്ലാം പൊന്നാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ജെയ്ക്സ് ബിജോയ്. ഇപ്പോൾ നമ്മൾ സിനിമയിൽ റീസെൻ്റായിട്ട് ഇറങ്ങുന്ന സിനിമകളെല്ലാം അല്ലെങ്കിൽ ട്രെൻഡിങ് ആവുന്ന സോങ്ങുകളെല്ലാം മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുണ്ടാവുക ഈ ജെയ്ക്സ് ബിജോയ് തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ സിനിമയിൽ നല്ല മ്യൂസിക്കും BGM ഒക്കെ അന്യായമാണ്. ഒരു ഹെവി ഐറ്റംസ് മ്യൂസിക്കാണ് ഇതിൽ BGM ആയിട്ടുള്ളത്. ഇപ്പോൾ ജെയ്ക്സ് ബിജോയ് പുള്ളിയുടെ ആ ഒരു ജോലി നന്നായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത് അരവിന്ദ് കശ്യപ്പും രണദീപും, രണ്ടുപേരാണ് ഇതിൻ്റെ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത്. അത് പ്രത്യേകം പറയേണ്ട കാര്യമാണ്. കാരണം ക്യാമറ വർക്ക്, അവരുടെ ആ ഒരു നമ്മുടെ വിഷ്വൽ ട്രീറ്റ് ഉണ്ടല്ലോ, അതാണ് ഈ സിനിമയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മുടെ കേരളത്തിൻ്റെ ഇടുക്കിയിലെ മറയൂർ എന്ന് പറയുന്ന ഗ്രാമത്തെ ചുറ്റിപ്പറ്റിയുള്ളതാണ് ഈ ഒരു സിനിമ. ഇതിൻ്റെ ടീസറും ട്രെയിലറൊക്കെ നമ്മൾ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. മറയൂർ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് ചന്ദനക്കാട് വെച്ചിട്ടാണ്. ചന്ദനം കാട് ഉള്ള സ്ഥലമാണ് മറയൂർ. അതുപോലെ തന്നെ മറയൂർ ശർക്കര, അങ്ങനെ ഒരുപാട് ഒരു ഗ്രാമം, ഒരുപാട് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ടൂറിസ്റ്റ് സ്പോട്ടിലൊന്നാണ് ഈ മറയൂർ എന്ന് പറയുന്നത്. അവിടുത്തെ ഗ്രാമവും അവിടുത്തെ ആൾക്കാരുടെ ഒരു ജീവിത രീതിയും എല്ലാം ഈ ഒരു സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. അത് ഈ ക്യാമറ വർക്ക് ചെയ്തിരിക്കുന്നവർ പ്രത്യേകം നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ് കേട്ടോ. പിന്നെ നമുക്കിതിൽ പറയാനുള്ളത് ഇതിൽ സ്റ്റാറിങ്, ഇതിൽ അഭിനയിച്ചിരിക്കുന്നവർ ലീഡ് റോൾ എന്ന് പറയുന്നത് പൃഥ്വിരാജ് സുകുമാരൻ. അദ്ദേഹത്തിൻ്റെ റോൾ എന്ന് പറയുന്നത് മോഹനൻ, ഡബിൾ മോഹനൻ. ആ ഒരു ക്യാരക്ടർ പൃഥ്വിരാജിൻ്റെ കരിയറിൽ തന്നെ ഒരു മികച്ച ഒരു ക്യാരക്ടറായിട്ട് മാറും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അത്രയ്ക്ക് നല്ല രീതിയിൽ തന്നെ പുള്ളി ആ ഒരു ക്യാരക്ടർ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ സിനിമ നാടകി ഇതിൻ്റെ ലീഡ് റോള് ആക്ട്രസ് എന്ന് പറയുന്നത് പ്രിയംവദയാണ്. നമ്മുടെ നരിവേട്ട, ടൊവിനോ തോമസിൻ്റെ കൂടെ നരിവേട്ട സിനിമയിൽ പേരായിട്ടുണ്ടായിരുന്ന പ്രിയംവദയാണ് ഈ സിനിമയുടെ നായിക എന്ന് പറയുന്നത്. പിന്നെ എടുത്ത് പറയേണ്ടത് ഷമ്മി തിലകൻ, നമ്മുടെ തിലകൻ സാറിൻ്റെ മകൻ ഷമ്മി തിലകൻ. അദ്ദേഹമാണ് പൃഥ്വിരാജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹമാണ് ഈ സിനിമ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയട്ടെ, പൃഥ്വിരാജിനേക്കാളും നല്ല രീതിയിൽ അഭിനയിക്കാൻ പറ്റിയ സീൻസൊക്കെ ഉള്ള വ്യക്തി എന്ന് പറയുന്നത് ഷമ്മി തിലകനാണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ അഭിനയത്തെക്കുറിച്ച് നമ്മളൊന്നും വിലയിരുത്തേണ്ട കാര്യമില്ല. ഒരുപാട് സിനിമകൾ നമുക്ക് നല്ല സിനിമകൾ നമുക്ക് തന്നിട്ടുള്ള വ്യക്തിയാണ് ഷമ്മി തിലകൻ എന്ന് പറയുന്നത്. ഷമ്മി തിലകൻ്റെ സിനിമാ ജീവിതത്തിൽ നമുക്ക് എഴുതി കുറിക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ് ഈ സിനിമയിലെ ഭാസ്കർ എന്ന് പറയുന്നത്. ആ ഭാസ്കറിന് ഒരു ഇരട്ടപ്പേര് കൂടിയുണ്ട് ഈ സിനിമയിൽ. അത് ഞാൻ എന്തായാലും പറയുന്നില്ല, അതെല്ലാം ഇന്ന് സിനിമ തിയേറ്ററിൽ പോയി തന്നെ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കിയാൽ മതി. പിന്നെ എടുത്ത് പറയേണ്ടത് നമുക്ക് സുരാജ് വെഞ്ഞാറമ്മൂടുണ്ട്. കുറച്ച് സീൻസേ ഉള്ളെങ്കിൽ പോലും സുരാജ് വെഞ്ഞാറമ്മൂടുണ്ട് സിനിമയിൽ. അനു മോഹനുണ്ട്, രാജശ്രീ, TJ അരുണാചലം, ധ്രുവൻ, പ്രമോദ്, വിനോദ് തോമസ്, ഇങ്ങനെ കുറച്ച് പേരാണ് ഈ സിനിമയിലുള്ളത്. പിന്നെ ഉള്ളത് പറയുന്നത് കുറച്ച് കഥാപാത്രങ്ങളാണ് ഈ സിനിമയിലുള്ളത്. പിന്നെ സപ്പോർട്ടിങ് ആക്ടേഴ്സായിട്ട് ഒരുപാട് ചെറിയ റോളൊക്കെ ചെയ്യുന്ന ഒരുപാടുണ്ട്. മലയാളവും തമിഴും മിക്സ് ചെയ്തിട്ടാണ്. മറയൂർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം തമിഴ്നാട് ബോർഡറാണ് ഏകദേശമുള്ള സ്ഥലങ്ങളൊക്കെ. അപ്പോൾ അവിടെയുള്ള ആൾക്കാരും ഈ സിനിമയിൽ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും. ഒരു ത്രില്ലറായിട്ട് ഒരു കൊമേഴ്ഷ്യൽ ടൈപ്പ് പടമാണ്. നമ്മൾ ട്രെയിലർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും പുഷ്പ പോലെയൊക്കെ ഒരു കള്ളക്കടത്തുകാരൻ്റെ ആ ഒരു ബേസ് ആയിട്ടുള്ള ഒരു സിനിമയാണെന്ന്. അത് മറയൂർ ചന്ദനം കള്ളക്കടത്ത് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ ഡബിൾ മോഹൻ എന്ന് പറയുന്ന വ്യക്തി. അപ്പം ആ ഒരു വ്യക്തി ഡബിൾ മോഹനനായിട്ട് പൃഥ്വിരാജ് പോകുന്ന വിളയായിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഡയലോഗ് ആയിക്കോട്ടെ, ആക്ഷൻ ആയിക്കോട്ടെ, എല്ലാം നന്നായിട്ട് തന്നെ പൃഥ്വിരാജ് ചെയ്തിട്ടുണ്ട്.
പിന്നെ ഈ സിനിമ ഏകദേശം 3 മണിക്കൂർ സമയമുണ്ട് ഈ സിനിമയ്ക്ക്. അതുപോലെ തന്നെ നമുക്ക് ഇടയ്ക്ക് ചില സമയത്തൊക്കെ നമുക്ക് ലാഗ് പോലെ തോന്നുന്നുണ്ട്, ഒരു എരച്ചിൽ ഫീൽ ആവുന്നുണ്ട്. കഥ നല്ല രീതിയിൽ തന്നെ നമുക്ക് മനസ്സിലാവും, കൺവിൻസ് ആവുന്ന രീതിയിൽ തന്നെയാണ് കഥയെല്ലാം പോകുന്നത്. പക്ഷേ എവിടെയൊക്കെയോ നമുക്ക് കുറച്ച് ഒരു എരച്ചിൽ ഫീൽ ആവുന്നുണ്ട്. കുറ്റം പറയാനാണെന്നുണ്ടെങ്കിൽ ഈ സിനിമയിൽ ഒരുപാട് കുറ്റങ്ങൾ നമുക്ക് കണ്ടുപിടിച്ച് പറയാൻ പറ്റും. ഇപ്പോൾ എന്താ പറയുക, ഫേമസ് ആയിട്ടുള്ള ഫിലിം റിവ്യൂ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇതിന് നെഗറ്റീവായിട്ട് പറയും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ സിനിമയിലുണ്ട്. അതേപോലെ തന്നെ ഞാൻ പോസിറ്റീവാണ് ഏറ്റവും കൂടുതൽ കാണാൻ ശ്രമിക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ എനിക്കിതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ ക്ലൈമാക്സ്. ഏതൊരു സിനിമയ്ക്കും അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നതും ക്ലൈമാക്സ് ആയിരിക്കും. ആ ഒരു ക്ലൈമാക്സ് ആയിരിക്കും നമുക്ക് മിക്ക സിനിമകളിലും ഇഷ്ടപ്പെടുക എന്ന് പറയാം. പക്ഷേ ഈ സിനിമയിൽ നമ്മൾ ക്ലൈമാക്സ് മാത്രം ഇഷ്ടപ്പെടാതെ പോകുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം എവിടെയോ കൊണ്ട് അവസാനിപ്പിച്ചെന്ന രീതിയിലായിപ്പോയി ഈ സിനിമയുടെ അവസാനം എന്ന് പറയുന്നത്. വേറെ നല്ല രീതിയിലുള്ള ഒരു ക്ലൈമാക്സ് വേണമെങ്കിൽ ഈ സിനിമയിൽ നമുക്ക് എടുക്കാൻ പറ്റുമായിരുന്നു. കാരണം അത്രയും നല്ല രീതിയിൽ കൊണ്ടുപോയിട്ട് ഈ സിനിമ ക്ലൈമാക്സ് ആയപ്പോൾ ഒരു വല്ലാത്ത രീതിയിൽ കൊണ്ട് എൻഡ് ചെയ്ത ഒരു അവസ്ഥയാണ് കേട്ടോ. ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. സിനിമ കണ്ടിട്ടുള്ളവർക്ക് ചിലപ്പോൾ മറ്റു അഭിപ്രായങ്ങൾ ഉണ്ടാവാം. അവിടെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുക കേട്ടോ. പിന്നെ എനിക്കതിൽ പോസിറ്റീവായിട്ട് തോന്നിയിട്ടുള്ളത് ഇതിൻ്റെ ലൊക്കേഷൻ. ഞാൻ പറയല്ലോ, മറയൂർ എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ആ ഒരു ലൊക്കേഷനൊക്കെ അടിപൊളിയായിട്ടാണ് ഈ സിനിമയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് സിനിമാറ്റോഗ്രാഫി ചെയ്ത ആൾക്കാരാണ് അതിന് പറയേണ്ടത്. നല്ല രീതിയിൽ തന്നെ നമുക്കൊരു വിഷ്വൽ ട്രീറ്റായിട്ട് തന്നെ മറയൂരും ആ ഒരു പ്രദേശമെല്ലാം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, ജെക്സ് ബിജോയിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നമുക്ക് അറിയാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ വർക്കുകളെല്ലാം ഇടുവാണ്. അതേപോലെ തന്നെ ഈ സിനിമയിലും ആക്ഷൻ സമയത്തായിരിക്കട്ടെ അല്ലാത്ത സമയത്ത് വേണ്ട സമയത്തൊക്കെ നല്ല രീതിയിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് ജെക്സ് ബിജോയ് സിനിമയിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് പറയാനുള്ളത് ആക്ഷനാണ് കേട്ടോ. ആക്ഷൻ കൊറിയോഗ്രാഫ് ആരാണ് ചെയ്തതെന്ന് അറിയത്തില്ല. എന്തായാലും ആക്ഷൻ നല്ലൊരു ആക്ഷനാണ് ഈ സിനിമയിൽ ചെയ്തിട്ടുള്ളത്. പൃഥ്വിരാജ് സുകുമാരനെ കുറിച്ച് അദ്ദേഹത്തിനെ കൊണ്ട് നല്ല രീതിയിൽ തന്നെ ആക്ഷൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതും സ്റ്റണ്ടും എല്ലാം നല്ല രീതിയിൽ തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് സിനിമ മൊത്തത്തിൽ പറയാമെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ തമാശകളും ഒരു ഗ്രാമം ആ ഒരു ഏരിയയാണ് കാണിക്കുന്നതൊക്കെ. അപ്പോൾ അവിടുത്തെ കുറേ കാഴ്ചകളും ചെറിയ ചെറിയ തമാശകളും ഒരു രാഷ്ട്രീയ പാർട്ടികൾ, അതായത് ഒരു ഓപ്പോസിറ്റ് ഭരിക്കുന്ന പാർട്ടി, ഓപ്പോസിറ്റ് പാർട്ടി, അങ്ങനെയുള്ള കുറച്ച് പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ഇലക്ഷനും കുറച്ച് ചെറിയ ചെറിയ ഇലക്ഷൻ കാര്യങ്ങളും അങ്ങനെയൊക്കെയാണ് ഈ സിനിമയിൽ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഷമി തിലകനാണ് ഇതിൽ ആദ്യം കാണിക്കുന്ന ആളെന്ന് പറയുന്നത്. ഷമി തിലകൻ്റെ കുറച്ച് കാര്യങ്ങളാണ്. മെയിൻ ഹീറോ ആയിട്ടുള്ള പൃഥ്വിരാജൊക്കെ കുറേ കഴിഞ്ഞിട്ടാണ് വരുന്നത്, ഇൻട്രൊഡക്ഷൻ വരുന്നത്. അപ്പോൾ ഷമി തിലകൻ നമുക്ക് നല്ലൊരു ഇൻട്രൊഡക്ഷൻ, അദ്ദേഹം ആരാണ്, അദ്ദേഹം എങ്ങനത്തെ ഒരു വ്യക്തിയാണെന്ന് ഈ സിനിമയിൽ തുടക്കത്തിൽ തന്നെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. പക്ഷേ ആ ഒരു ഇതിൽ നിന്നും അദ്ദേഹത്തിന് വേറെ രീതിയിലോട്ട് മാറേണ്ടി വന്നു. നമ്മുടെ ക്യാരക്ടർ തന്നെ മൊത്തത്തിൽ മാറ്റേണ്ടി വരുന്ന ഒരു അവസ്ഥ, അങ്ങനെ ഒരു സംഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാം. അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള ഒരു ക്യാരക്ടറാണ് ഷമി തിലകൻ ഈ സിനിമയിൽ വന്നിട്ടുള്ളത്. ആ ക്യാരക്ടർ എല്ലാം നല്ല രീതിയിൽ തന്നെ, ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ പുള്ളി അഭിനയിച്ചിട്ടുണ്ട്. തിലകൻ സാറിൻ്റെ ഒരു കഴിവ് അദ്ദേഹത്തിന് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. എവിടേക്കോ നമ്മൾ ചില സീൻസ് കാണുമ്പോൾ, ചില ഷോട്ട് കാണുമ്പോൾ തിലകൻ സാർ നമ്മളെ സ്ക്രീനിൽ കാണുന്ന പോലെ നമുക്ക് തോന്നാറുണ്ട് കേട്ടോ. മേക്കപ്പ് ഒക്കെ ചെയ്ത് വരുമ്പോൾ ആ ഒരു ഫീൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് സിനിമ കണ്ട മറ്റുള്ളവർക്ക് തോന്നിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പിന്നെ ഞാൻ പറയില്ലേ, ക്ലൈമാക്സിനെ കുറിച്ചാണ് എനിക്കൊരു നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാതെ പോയിട്ടുള്ളത് കേട്ടോ. ചിലപ്പോൾ ഈ ഒരു ക്ലൈമാക്സ് ചിലപ്പോൾ മറ്റുള്ളവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. പക്ഷേ എനിക്ക് എന്തുകൊണ്ടോ ഈ ഒരു ക്ലൈമാക്സ് ഒക്കെ ഒരു തൃപ്തി കിട്ടുന്ന രീതിയിലായിരുന്നല്ലോ ഈ സിനിമ എൻഡ് ചെയ്തത്. ആ ഒരു പോരായ്മയാണ് ഞാൻ ഈ ഒരു സിനിമയിൽ കാണുന്നത് കേട്ടോ. പിന്നെ നമുക്ക് പറയാനുള്ളത് ഒരുപാട് ലൊക്കേഷനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. പിന്നെ അടുത്ത് പറയേണ്ടത് എന്ന് പറയുന്നത് ചേസ് സീൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ജീപ്പുമായിട്ട് ബന്ധപ്പെട്ട പൃഥ്വിരാജിന് സ്വന്തമായിട്ടൊരു ജീപ്പുണ്ട് ഈ സിനിമയിൽ. ആ ഒരു ജീപ്പ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് ആ ഒരു എന്താ പറയുക, ആ ഒരു ജീപ്പ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ പാർട്ട് തന്നെയാണ്. എത്രത്തോളം വേണ്ടപ്പെട്ട ഒരു എന്താ പറയുക, വേണ്ടപ്പെട്ട ഒരാൾ പോലെ തന്നെയാണ് പൃഥ്വിരാജിന് ഈ ഒരു ജീപ്പും. അപ്പം ആ ഒരു ജീപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ പൃഥ്വിരാജും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അദ്ദേഹത്തിന് പല സമയത്തും രക്ഷിക്കുന്നത് ആ ഒരു ജീപ്പാണ്. അപ്പോൾ ആ ഒരു ജീപ്പ് ചേസ് ചെയ്യുന്ന കുറേ സീൻസും കാര്യങ്ങൾ, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ചേസ് ചെയ്യുന്ന കുറേ സീനൊക്കെ ഉണ്ട്. അപ്പോൾ ആ ചേസും സീൻസൊക്കെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അത് രാത്രിയിലൊക്കെ ഉള്ളത് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫോറസ്റ്റ് അതെല്ലാം നല്ല രീതിയിൽ തന്നെ അവർ വർക്ക് നല്ല രീതിയിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. പിന്നെ അതിലൊരു മലയിൽ കൂടി ജീപ്പ് ഓടിച്ചു പോകുന്ന ഒരു സീനുണ്ട്. അവിടെ മാത്രം നമുക്ക് ചെറിയ ഒരു ഇതൊക്കെ തോന്നി. സാധാരണ നമ്മൾ തമിഴ് സിനിമയിലെ കാണുന്ന രീതിയിലുള്ള ഇതാണ്, മലയിൽ ഓടിച്ച് പോയിട്ട് തിരിച്ച് ഉരുണ്ട് വരിക അല്ലെങ്കിൽ ജീപ്പ് മറിഞ്ഞു വീഴുക, ആ ഒരു രീതിക്കുള്ള ഒരു സീനൊക്കെ ഇതിലും ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ ചെറിയ ഡൗട്ടുണ്ട്. എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നവരില്ല. എന്തായാലും സിനിമയിൽ അത് ആവശ്യമാണെന്ന് അവർക്ക് തോന്നി കാണും. അതുകൊണ്ടായിരിക്കും അങ്ങനത്തെ സീനൊക്കെ അവർ ചെയ്തിട്ടുണ്ടാവാം. എന്തായാലും കുറ്റം പറയാനായിട്ടും ഡീഗ്രേഡ് ചെയ്യാനായിട്ടും ഒരുപാട് കാരണങ്ങൾ ഈ സിനിമയിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ആരും ഒന്നും പറയേണ്ട കാര്യമില്ല. പക്ഷേ ഒരു പക്ക എൻ്റർടൈനറായിട്ട് ഒരു കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു സിനിമയാണ് ഈ വിലായത് വൃത്ത. പേര് പോലെ തന്നെ ഒരു വെറൈറ്റിയാണ്. അപ്പോൾ ഈ പേര് കേട്ടപ്പോൾ തന്നെ എനിക്ക് ചെറിയ ഡൗട്ട്, എന്താണ് ഈ ഒരു പേരിന് അർത്ഥം അല്ലെങ്കിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതിനുള്ള ഉത്തരം ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തായാലും ചന്ദനം മോഷ്ടാവ് ആ ഒരു ക്യാരക്ടർ പൃഥ്വിരാജിൻ്റെ സിനിമാ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിൻ്റായിട്ട് തന്നെ മാറും. അപ്പോൾ ഒരുപാട് വർഷത്തിന് ശേഷമാണ് ഈ ഒരു സിനിമ തിയേറ്ററിൽ റിലീസാവുന്നത്. എന്തായാലും നമുക്ക് എല്ലാവർക്കും സാറ്റിസ്ഫാക്ഷൻ ആവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സിനിമ എന്തായാലും കളക്ഷനും കിട്ടും, അത്യാവശ്യം നല്ല കളക്ഷൻസ് കിട്ടും, അത് ഉറപ്പാണ്. കുറച്ച് നാൾക്ക് ശേഷമാണ് പൃഥ്വിരാജിൻ്റെ സിനിമ റിലീസാവുന്നത്. അപ്പോൾ എന്തായാലും തിയേറ്ററിൽ കുറച്ച് നാൾ ഓടും, അല്ലെങ്കിൽ നല്ല കളക്ഷനും കിട്ടും. പക്ഷേ എന്നിരുന്നാലും കുറേ പോരായ്മകൾ ഈ സിനിമയിലുണ്ട്. അത് എന്താണ് നമ്മൾ പറയണമല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ ഈ സിനിമ കാണാൻ പാടില്ല, അല്ലെങ്കിൽ ഈ സിനിമ തിയേറ്ററിൽ പോയി കാണാൻ പാടില്ല എന്ന്
എന്ന് പറയേണ്ട കാര്യമില്ല. എല്ലാ സിനിമയും ആസ്വദിക്കുന്ന പോലെ ഈ സിനിമയെ നമുക്ക് ആസ്വദിച്ച് കാണാൻ പറ്റും. അപ്പോൾ എല്ലാവരും അടുത്ത തിയേറ്ററിൽ പോയി കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങളുടെ കമൻറ്റ് ദയവായിട്ട് അറിയിക്കാം. എനിക്ക് എന്തായാലും സിനിമ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ക്ലൈമാക്സിൽ മാത്രം ഞാൻ തൃപ്തിയില്ല. എന്തായാലും ഒരു വൺ ടൈം വാച്ച് എന്ന രീതിയിൽ ഈ സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും പോയി കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശവും കമൻറ്റായിട്ട് അറിയിക്കുക. പിന്നെ എന്താ പറയുക, ഹീറോയിനായിട്ടുള്ള കോമ്പിനേഷൻ സീൻസൊക്കെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ല സോങ്സ് ഉണ്ട്, ആക്ഷൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എവിടെയൊക്കെയോ ചെറിയ പോരായ്മകൾ നമുക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റും. അതിന് വലിയ ഹൈലൈറ്റ് കൊടുത്ത് നമ്മൾ സിനിമ കാണാൻ പാടില്ല എന്നൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. സിനിമ കാണേണ്ട സിനിമ തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശവും കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ടാറ്റ, ബൈ ബൈ, സീ യു.